ആദ്യാക്ഷരം കുറിക്കുന്നതിനോടൊപ്പം സംഗീതം, കലകൾ, ചിത്രരചന എന്നിവയുടെ വിദ്യാരംഭവും ഇന്ന് നടക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്കായി പ്രതിനിധികളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ ജി നാഥ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലുണ്ട്. വിഷ്ണുപ്രകാശ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും, സാരംഗ് സുരേഷ് കൊല്ലൂർ മൂകാംബിക സരസ്വതി മണ്ഡപത്തിൽ നിന്ന്, MS ലിഷോയി തിരുവള്ളുക്കാവ് ക്ഷേത്രത്തിൽ നിന്നുണ്ട്. അരുൺ അമൃനാഥ് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും, അഞ്ജന സുകുമാരൻ അഴകുടി ദേവി ക്ഷേത്രത്തിൽ നിന്നുമുണ്ട്. ഒപ്പം ഷിനോജ് ST പനച്ചിക്കാട് ക്ഷേത്രം, അർജുൻ പീതാംബരൻ ഉത്തര ഗുരുവായൂർ ക്ഷേത്രം, ഇന്ദുലേഖാരേണു തുഞ്ചൻ സ്മാരകം ഐരാണിമുട്ടം. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ആദ്യം രാഹുൽ ജി നാഥിലേക്ക്. തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലാണ് ഉള്ളത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. വിജയദശമി ആശംസകളും നേരുന്നു. ആദ്യാക്ഷരം കുറിച്ചതിന്റെ സന്തോഷത്തിൽ അലിയാനിന് നിമിഷങ്ങൾ മാത്രമാണ്. പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ തന്നെ ഉണ്ടാവും. ഈ പൂജപ്പുരയിൽ നവരാത്രി മണ്ഡപത്തിൽ എങ്ങനെയാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? ഏതായാലും വലിയ തിരക്ക് തന്നെയാണ് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലുള്ളത്. ഏറ്റവും പ്രധാനമായി ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മോത്തി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് അവരെ സംബന്ധിച്ചെല്ലാം. കാരണം തുടക്കമാണ്. എത്രയൊക്കെയോ മുന്നോട്ടുള്ള യാത്രയുടെ ആദ്യ തുടക്കം, ആദ്യ ചുവട് ഇവിടെയാണ്. അപ്പോൾ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഈ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുത് തന്നെയാണ്. ഇതിനെ കുറേയധികം ആളുകൾ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് രാവിലെ ഒരു 6:30 മുതൽ ഈ കരച്ചിലൊക്കെ കുറവായിരുന്നു. താല്പര്യത്തോടെ എഴുതുന്ന കുറേ മുഖങ്ങൾ കണ്ടു. വലിയ കൗതുകം നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോഴേതായാലും ഈ ഒരു അപരിചിത്വം ബാധിച്ചതുകൊണ്ട് തന്നെ കരയുന്ന കുട്ടികളുണ്ടെങ്കിലും അവർ എഴുതാൻ വിമുഖത കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനായി ഒരുങ്ങുന്ന പലരും ഉണ്ട്. കാരണം ഇത് മാത്രമല്ല രാഹുൽ, ഇന്നത്തെ ദിവസം ഈ പ്രതീക്ഷയുടെ ഭാരം കൂടി ഇവരിലേക്ക് വരുന്നു എന്നതാണ്. പുതിയൊരു കോസ്റ്റ്യൂമിലേക്കൊക്കെ വരുന്ന ദിവസം മുണ്ടൊക്കെ ഉടുത്ത് മുണ്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതൊരു മറ്റൊരു കാര്യമാണ്. ഒപ്പം എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രതീക്ഷയുടെ ഭാരം, ഇത് കുഞ്ഞുങ്ങൾക്ക് കരച്ചിലേക്ക് ചെന്ന് അവസാനിക്കുന്നു. പക്ഷേ അതിനെ മറ്റൊരു തരത്തിൽ കണ്ടാൽ അങ്ങനെ വലിയൊരു പ്രഹേളികയാണ് കടന്നു പോകാനുള്ളത്. വിദ്യ എന്നത് നേടിയെടുക്കുക. ലേശം കരഞ്ഞുകൊണ്ട് തുടങ്ങുന്നതും നല്ലതല്ലേ, അല്ലേ? അതെ അതെ, തീർച്ചയായും. ആ പറഞ്ഞ ആ പുതിയ വേഷത്തിന്റെ ഒരു പ്രത്യേകത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നീട് ഈ പഴയതുപോലെ മുണ്ടെടുക്കണ്ട എന്നുള്ളത് കൊണ്ട് മുണ്ട് അവിടെ ഇരിക്കും. കാരണം ഈ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ കഴിയുന്ന മുണ്ടുകളുണ്ട്. അപ്പോൾ അവിടെ ആദ്യം നോക്കുന്ന വസ്ത്രത്തിലേക്കാണ് ഇതെന്താ ഇന്നിങ്ങനെ ഒരുങ്ങിയെന്നുള്ളത്. ഒപ്പം ഇവിടെ എഴുത്തി ആചാര്യന്മാരെ കാണാം. അവരും ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ അക്ഷരമാലയുള്ള സാരി നമുക്ക് കാണാം കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി വാങ്ങിയതാണോ? തീർച്ചയായിട്ടും. അതെ അതെ, അക്ഷരങ്ങളെല്ലാം ഉണ്ട്. എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. 51 അക്ഷരാളി എന്നാണല്ലോ. 51 അക്ഷരാളി കല്ലുന്നത് തന്നെയല്ലേ വേദമാകുന്ന ശാഖയെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ മക്കൾ അക്ഷരം കാണട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ. ആ സമയത്ത് കണ്ട് പഠിക്കണം, എഴുതി പഠിക്കണം. കൂട്ടത്തിൽ തന്നെ എല്ലാം കാഴ്ചയിലൂടെ ശ്രവണത്തിലൂടെ ഒക്കെ വേണം. കുറച്ചുപേരെ കൗതുകത്തോടെ എഴുതുന്ന കുട്ടികളും ഉണ്ടെന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കരച്ചിലിന്റെ ഇടയിലും അവരാ ആ നാമമന്ത്രങ്ങൾ ഒരുവിട്ട് എഴുതുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഒരുക്കമാണ്. ആ ഒരുക്കം വെച്ചാൽ വലിയ പ്രതീക്ഷയിലുള്ള ഒരുക്കമാണ്. ഇവിടെ ഇപ്പൊ എന്തായാലും അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ആദ്യാക്ഷരം കുറിക്കാനുണ്ടായിരുന്നു, കുട്ടികൾക്ക് കുറിച്ച് നൽകാനുണ്ടായിരുന്നു. ഒപ്പം ചാണ്ടി ഉമ്മനുണ്ട്, മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ ഈ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് നൽകാനായി ഇവിടെയുണ്ട്. എന്തായാലും വലിയ സന്തോഷമാണ് അവരുടെ എല്ലാ മുഖത്തുള്ളത്. രാവിലെ തന്നെ ചാണ്ടി ഉമ്മൻ ഇവിടേക്ക് എത്തിയതാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ കുറിച്ച് നൽകാനുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ അക്ഷരങ്ങൾ കുറിക്കുന്നതിൽ. അപ്പോൾ അവർ അവിടേക്ക് ഒഴുകിയെത്തുന്നു. ആദ്യ അക്ഷരം കുറിച്ചതിന്റെ സന്തോഷത്തിൽ അവർ മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. വലിയ സന്തോഷം അവരുടെ എല്ലാം. അതെ, സന്തോഷത്തോടെ അവരെല്ലാം പിച്ചവെച്ച് വരട്ടെ, വിദ്യാഭ്യാസത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് പിച്ചവെച്ച് വരട്ടെ. അങ്ങനെ പട്ടുപാവാടയൊക്കെ ഉടുത്ത് ഇരുവശങ്ങളിലും മുടി കെട്ടി പൂവൊക്കെ വെച്ച് ചുന്ദരിമണികളായി അക്ഷരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. ചിലർ ചിരിക്കുന്നു, ചിലർ കരയുന്നു. ഏതായാലും ജ്ഞാനം നേടിയെടുക്കാനുള്ള ആദ്യ ചുവടുവയ്പ് ഭാവുകങ്ങൾ കുരുന്നുകൾക്ക്